വാട്സപ്പ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ മാപ്പാണ് ഗൈസ് കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് കാട് നിറയെ ഫോറസ്റ്റ് ആയിട്ടുള്ളൊരു മാപ്പാണ് ഗൈസ് കളിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നല്ല, നമ്മളിന്നൊരു ചെറിയൊരു റൂട്ടിൽ കൂടെയാണ് ഗൈസ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള വണ്ടി ഏതാണെന്ന് അറിയോ ഗൈസ്? അപ്പോൾ ഞാൻ വണ്ടിയുടെ എടുത്തുന്നതിനെക്കാട്ടും പിന്നെ ഇതാ ഗൈസ്, ആ ഗ്രീനാണ് ഗൈസ് നമ്മുടെ വണ്ടി. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ്, അത് ഏതാണ് ബസ്സെന്ന്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കാണിച്ചു തരാം. നെയിം ഞാൻ പതിയെ റിവീൽ ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ അകത്തേക്ക് കയറിയാൽ മിക്കവാറും നിങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പുറത്ത് തന്നെ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ മാപ്പ്, അതേപോലെ സ്പെഷ്യൽ ബസ്സാണ് ഗൈസ്. അപ്പോൾ ഇതേതാണ് ബസ്സെന്ന് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾ ഞാൻ നോക്കട്ടെ ഗൈസ്, ആർക്കൊക്കെ അറിയാം ഇതേതാണ് ബസ്സെന്ന് മനസ്സിലായോന്ന്. ആർക്കൊക്കെ മനസ്സിലായി ഇതേതാ ബസ്സെന്ന്. അപ്പോൾ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ്, ആരും വെയിറ്റ് ചെയ്യണ്ട, ഇപ്പം കമൻറ്റ് ചെയ്താൽ. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഞാനിതിങ്ങനെ റിപ്പീറ്റ് പറയേണ്ട എന്താ ആവശ്യമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു 100 ലൈക്സാണ് ആസ് യൂഷ്വൽ. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതാണ് നമ്മുടെ മച്ചാൻ, നമ്മളെ ഡ്രൈവർ മച്ചാൻ. ഇതാണ് ഡ്രൈവർ മച്ചാൻ. ഇത് ശരിക്കും ഞാനാണ് ഗൈസ്. എടാ, ഇത് എന്നെ പോലെ തന്നെ ഉണ്ടോ ഏകദേശം? സത്യം പറയാലോ, കുറച്ചുകൂടെ ഞാൻ വലുതായ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. ഇത് ഇവൻ മെലിഞ്ഞിട്ടാണോ? ഞാൻ മെലിഞ്ഞിട്ടാ ഗൈസ്, കാഷ്വലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ മച്ചാൻ. അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ അതോട് കയറിയല്ലോ ഗൈസ്. വാ, കണ്ടില്ലേ? ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബസ്. ജയഗുരു മൈ ഗ്രേറ്റ് ഫാദർ ജിന്നാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ബസ്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ നമ്മളെ ജയഗുരുവിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ഗ്രീൻ കളർ ഹാർട്ട് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ മുന്നേ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് ചെയ്യ്, ഷെയർ എല്ലാം ചെയ്യുക ഗൈസ്. കൂടുതൽ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. പിന്നെ ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പാട്ടിടാൻ വേണ്ടി പോവുകയാണ്. അത് വൈബ് അത്യാവശ്യം നല്ല അടിപൊളിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല വൈബായിരിക്കും. കോപ്പിറൈറ്റ് കിട്ടിയില്ലെങ്കിൽ നല്ല വൈബായിരിക്കും. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളിന്നൊരു 3 പാട്ടാണ് ഗൈസ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ പാട്ട് ഇടാം. അപ്പോൾ കുറച്ചങ്ങോട്ട് എത്തട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്താലോ? എന്ത് പറയണോ ഗൈസ്? നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാട്ട് ഇടുന്നതിനെക്കാട്ടും പിന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. നമ്മളെ വണ്ടിയുടെ സൗണ്ട് കുറച്ച് കുറയ്ക്കണം. ഒരു 70 ഇടണടാ. 70 ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതും കുറയ്ക്കണം, എങ്കിലേ നിങ്ങൾക്ക് നിങ്ങളെ പാട്ട് ഓഡിയബിൾ ആവുള്ളൂ. ഇതന്നെ നല്ല സൗണ്ടാണ് ഗൈസ്. അപ്പോൾ പാട്ട് ഇട്ടിട്ട് ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വണ്ടി പതിയെ ലൈറ്റൊക്കെ ഇടണടാ. എന്തൊക്കെ പരിപാടി ഉണ്ട്. വൈപ്പറിൻ്റെ പണി എല്ലാം ഉണ്ട്. വൈപ്പർ താത്തിക്കോ, ബോണറ്റ്, എഞ്ചിൻ്റെ പണിയുള്ള സാധനം പൊക്കടാ. ഓക്കെ, ലൈറ്റൊക്കെ ഇടണ്ടേ? ലൈറ്റൊക്കെ പതിയെ നമുക്ക് ഇടാം. ഓക്കെ, എടാ ഫുള്ള് ഇത് ഇടണ്ടാ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫുള്ള് വേണ്ട, നമുക്ക് ഡിമ്മ് മതി. നട്ടുച്ചയ്ക്ക് ആരടാ ഹെഡ് ലൈറ്റും ബ്രൈറ്റ് ലൈറ്റ് പോകുന്നത്. ഓക്കെ, നമുക്ക് വണ്ടി റിവേഴ്സ് എടുത്താലോ? ഓക്കെ, സൗണ്ട് അധികമാണോ അറിയത്തില്ല കേട്ടോ. സൗണ്ട് അധികമാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ കുറച്ചുകൂടി സൗണ്ട് കുറയ്ക്കാം. ഓക്കെ, ഇത് മതി. അവിടെ പാട്ടിട്ടിട്ടേ ബാക്കി നോക്കാം. അപ്പോൾ നമുക്ക് പാട്ടിട്ടാലോ ഗൈസ്? തുടക്കം തന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്കാണ് കേട്ടോ. MVD പിടിച്ചാലോ? എല്ലാം നിങ്ങൾ നോക്കട്ടെ. ഇപ്പോൾ സൗണ്ട് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തേക്കാണ്. നമ്മളെ പയ്യന്മാർ ഇതാ ചെണ്ടക്കൂട്ടൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. കാണില്ല റൈറ്റിലോട്ടാണ് പോകുന്നത്. ഈ ഒരു ലോഡിങ് കഴിയട്ടെടാ. നമുക്ക് അടുത്ത ലോഡിങ്ങിലാവുമ്പോഴത്തേക്ക് നമുക്ക് പാട്ടിടാം അവിടെ സൈഡാക്കിയിട്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറച്ച് മുന്നോട്ട് പോവാം. നമ്മൾ പാട്ടൊക്കെ ഇടുന്ന വൈബാണെന്നാണ് ഗൈസ്. പിന്നെ ഞാൻ ട്രാഫിക് മോഡ് വീണ്ടും മാറ്റി ഗൈസ്. എനിക്കെന്താണെന്നറിയില്ല, ട്രാഫിക് മോഡ് ഇങ്ങനെ മാറ്റി പുതിയ ആരുതാ നല്ലതെന്ന് അവസാനം ഞാൻ ഒരുത്തേൽ ഉറച്ചു നിന്നു ഗൈസ്. അപ്പോൾ ഇതാണ് ഇനിത്തോട്ട് നമ്മുടെ പെർമനൻ്റ് എന്ന് തോന്നുന്നു. എൻ്റെ മൂഡ് പോലെ ഇരിക്കും. അപ്പോൾ കറൻ്റ്ലി നമ്മളിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാർക്ക് KBRൻ്റെ വെർഷൻ ഏതാണെന്ന് ഞാൻ നോക്കിയാൽ മറന്നോളാം. ഞാൻ ഓർക്കുന്നില്ല
പക്ഷേ എന്തായാലും 3 പോയിൻ്റ് എത്രയോ ആണ്, 3 4.7 അങ്ങനെ 4.4 അങ്ങനെ എന്തോ ആണ്. ഓക്കെ, നമ്മൾ അടുത്ത ലോഡിംഗ് ആണ്. ഈ ലോഡിങ് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പരിപാടി സോങ്. അപ്പോൾ ആദ്യത്തെ പാട്ട് നമുക്ക് ദൈവത്തിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഇടുക. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പാട്ടാണ്. അപ്പോൾ അതേതാണെന്ന് മോഹൻലാലിൻ്റെ സിനിമയിലുള്ള അങ്ങനത്തെ ഒരു പാട്ടാണ് ഗൈസ്. അപ്പോൾ ഇത്രയും ക്ലൂ വന്ന് നമ്മൾ പാട്ടിടുന്നേക്കാട്ടും മുന്നേ ആയിരിക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് എല്ലാവരും കമൻറ്റ്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുക്കണം. എടാ ഇതാ പറഞ്ഞത് ചെറിയ വഴി, ഇങ്ങനത്തെ വഴിയാണ് ഗൈസ്. ഇത് കാടാണ്. ആ വണ്ടികളെ കൂടെ തൊട്ടാണ്ട് ചെക്കൻ പെവറാണ് കേട്ടോ. അടാ തട്ടിയിടാം ഗൈസ്. നമുക്ക് ഇവിടെ സൈഡാക്കാം. ഇതെന്താണ് അമ്പല, ചെറിയൊരു അമ്പലം പോലുള്ളൊരു ഇതാണ്. റോഡിലാണ് വണ്ടിയുള്ള വണ്ടി, പിന്നെ റോഡിലുള്ള പാട്ട് കൈ തട്ടി ബാക്ക് വേണ്ട. ഇവിടെ നിർത്താം, ഇവിടെ ശരിയാവില്ല. നമുക്ക് നേരെ ഓപ്പോസിറ്റ് അപ്പുറത്ത് നിർത്താം. അങ്ങനെ ഞാൻ ഇവിടെ നിർത്താം വണ്ടി. ഓക്കെ മച്ചാൻ മാറേ, നമുക്ക് എന്നാൽ നമ്മുടെ പാട്ടിൻ്റെ പരിപാടി അങ്ങോട്ട് നോക്കിയാലോടാ. ഓക്കെ ഓക്കെ പാട്ടിട്ടുണ്ട്, സൗണ്ട് കൂടുതലാണ്. ഓക്കെയാടാ. ഓക്കെ ഇത് നൈസാണെന്ന് തോന്നുന്നില്ലേ. സൗണ്ട് കൂടിയോടാ. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? വണ്ടീൻ്റെ സൗണ്ട് കൂടുതലാ. എഫക്റ്റ് അയ്യോ കുറവായല്ലോ അല്ലേ. കേൾക്കുന്നുണ്ടോടാ? എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. വണ്ടി വരുന്നുണ്ടോ? ഓക്കെ പാട്ടിടാൻ പറഞ്ഞു, പാട്ടിട്ടിട്ടുണ്ട് ഗൈസ്. സൗണ്ട് കൂടുതലാണെന്ന് തോന്നുന്നില്ല. ഇത് മതിയടാ. ഓക്കെ പാട്ടൊക്കെ അടിപൊളിയാണെന്ന് തോന്നുന്നില്ല എല്ലാവർക്കും. നമുക്ക് പോവാം ഏതായാലും. വേറെ തട്ടിക്കില്ല എവിടെയും തോന്നുന്നില്ല. ഓക്കെ ട്രാവലർ പോകുന്നുണ്ട്, അതിനൊക്കെ മുന്നേ നൈസായിട്ട് പിടിക്കുക ഗൈസ്. ഓക്കെ അങ്ങനെ പാട്ടൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുന്നുണ്ട് വണ്ടി. പിന്നെ ഇന്നത്തേൽ ചെറിയൊരു ഓഫ് റോഡൊക്കെ ഉണ്ട് ഗൈസ്. അത് ഓഫ് റോഡ് എന്ന് പറയാനൊന്നുമില്ല, ചെറിയൊരു ഓഫ് റോഡാണ്. ചെറിയൊരു മൈന്യൂട്ട് കൂടിപ്പോയാൽ ഒരു 100 മീറ്റർ ഉണ്ടാകും ഗൈസ്, അത്രേ ഉള്ളൂ. ജസ്റ്റ് വണ്ടി വരുന്നുണ്ടോ? വണ്ടി വരുന്നുണ്ട്. ഇവിടെ നിന്ന് സൈഡ് കൊടുക്കാനും കൂടി ആവണം. അതായിരുന്നു ചോദിച്ചപ്പോഴത്തേക്ക് മാറ്റാനായില്ല. ഇതിൻ്റെ വണ്ടീൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കില്ല കേട്ടോ. ഇത് ചിലപ്പോൾ കൂടുതലാവാൻ ചാൻസ് കിട്ടും സൗണ്ട്. എനിക്കൊന്നും കേൾക്കില്ല. ഇവിടെ ഒരു വഴിയുണ്ടോ? ഇതാ ഞാൻ നോക്കി നടക്കും. ഇത് സംഭവമൊന്നുമില്ല. ഇതാ ഇവിടുന്ന് മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതിപ്പോൾ ഫ്രണ്ടിലെത്തും. നമുക്കിപ്പോൾ ഇത് റെഡ് ലൈൻ എന്താ വെച്ചാൽ നേരത്തെ മുന്നിൽ പോയ ബസ്സിൻ്റെ മുന്നിൽ കയറാം. ഓക്കെ KSRTC പോയി അതിൻ്റെ വഴി വിടാം. ലിമിറ്റഡ് വരുന്നുണ്ട്. കടാ കയറി നൈസായിട്ട്. നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. ചെറിയ റോഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്രണ്ടിൽ നിന്ന് വണ്ടി വന്ന്, ഞാൻ എന്താ അറിയാം എൻ്റെ ബാക്കിൽ നിന്ന് മാറാൻ കാരണം ഫ്രണ്ടിൽ നിന്നൊരു വണ്ടി വന്ന് ഫ്രണ്ടിൽ നിന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ അച്ഛങ്ങനെ നേരം നിങ്ങളിതെത്ര കളിച്ചതാണ്. ഒറ്റ ബ്രേക്ക് ഇടലാടാ. ഫ്രണ്ടിൽ നിന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ഇടല്ലോ, അവനെ പോയി നേരെ ഒറ്റ ഇടിയോ. നമ്മനാടെ നേരെ നിൽക്കുമല്ലോ, ഒറ്റ നിൽക്കലാണ്. ഹാൻഡ് ബ്രേക്കൊക്കെ ഇട്ടമാതിരി പടക്കേന്നും പറഞ്ഞാൽ നിൽക്കുക ചെന്നായി. എന്നായല്ല എല്ലാം എണ്ണോ അത് തന്നെ. ഇടിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ പിടിക്കാം. നേരെ നമ്മളെ വണ്ടി അവൻ്റെ ബാക്കിൽ പോയി ഇതാവും. ബാക്കിലൊന്നും പൊക്കൂടാ. ഈ ആരും ബാക്കിൽ പൊക്കൂടാ. മറ്റവന്മാർ മുന്നിൽ കയറുമ്പോൾ ചെന്നായി ബ്രേക്ക് പിടിച്ചാണ്. ഇതൊക്കെ പ്രശ്നമല്ലേ. പാട്ടൊക്കെ കേൾക്കണ്ടോ എല്ലാവരും? എനിക്ക് അത്ര സൗണ്ട് ഇല്ല കേട്ടോ. അവിടെ ഒരു ഹെഡ്സെറ്റ് ഇടയില്ലേ? അപ്പോൾ നമ്മൾ പാട്ടൊക്കെ ഇട്ടിട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ, മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യേണ്ടവരും കാണുന്നത് സബ്സ്ക്രൈബ് കിട്ടണം.
ഹര. അയ്യോ ഹരോ ഹര. ഗിയർ മാറ്റടാ. വണ്ടീൻ്റെ എഞ്ചിൻ്റെ സൗണ്ട് ആ അച്ഛനാണെന്നോ ഞാനിങ്ങോട്ടാ ബായ്. നൈസ് കേട്ടോ ഐസ്. അപ്പോൾ ഇത് നമ്മളൊരു ഓഫ് റോഡാണ്. അയ്യോ പോലെ വണ്ടി പോലെ ഞാനും ഐസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വേറൊരു ഓഫ് റോഡ്. അയ്യോ മാറിപ്പോയി ഇങ്ങോട്ടാടാ. ഇതിൽ കൂടെ പോകണില്ല, അടി തട്ടും, അതാണ് പ്രശ്നം. ഓക്കെ അധികം കയറില്ല. ഇവിടെ അപ്പം അതാണ് നമ്മുടെ ഓഫ് റോഡ് എന്ന് പറയുന്നത്. ഇവിടെ കഴിഞ്ഞിരിക്കണോ അത്രേ ഉള്ളൂ നമ്മുടെ ഓഫ് റോഡ്. ഞാൻ പറഞ്ഞില്ലേ എത്ര വലിയൊന്നുമില്ല, ഒരു 100 മീറ്റർ പിടിപ്പോയി. ഇവിടുന്ന് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്ഥലത്ത്. ഓക്കെ നമ്മുടെ അടുത്തൊരു മാപ്പിലോട്ട് എത്തി. മാപ്പല്ലടാ നമ്മുടെ ഓഫ് റോഡ് കഴിഞ്ഞത് അവിടെ എത്തി. ഇത്രേ ഉള്ളൂ ഓഫ് റോഡ് നമ്മൾ ഈ ഒരു മാപ്പിൽ. അത് ഞാൻ അഡീഷണൽ എപിക്ക് അതുവരെ മോഡ് കൊടുത്തെടുത്തോന്നല്ലോ, അധികം മാപ്പുള്ളതിന് എല്ലാവർക്കും അവിടെ നിന്ന് നല്ല ഫോട്ടോ ഷൂട്ടിംഗ് ഒക്കെ എടുക്കട്ടോ. വണ്ടീൻ്റെ എടാ ഒരു ഫോട്ടോ എടുക്കില്ല നമ്മുടെ കമ്പനിയിൽ. ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അവിടെ പോയി എടുക്കണടാ. പ്രശ്നമല്ല. ഓക്കെ ആ പാട്ട് കഴിഞ്ഞാടാ. അതിന് അടുത്ത പാട്ട് ഞാൻ ഏതെങ്കിലും സെലക്ട് ചെയ്തേ. ഏതാടാ? ആ മനസ്സിലായി എനിക്ക് മനസ്സിലായി. നമ്മൾ മനസ്സിലായിൻ്റെ കമൻറ്റ് ചെയ്യട്ടെ. നമ്മൾ കുറേ കമൻറ്റ് ചെയ്യണ്ടാ. എല്ലാവരും കമൻറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സ് നിറക്കി. നമുക്ക് കമൻറ്റാണ് ആവശ്യം. നമ്മൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പാട്ടിടാം. കോപ്പിറൈറ്റ് ഇല്ലെങ്കിൽ ഇട്ടാം. കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തും. തട്ടൂടാ തട്ടിയില്ലാന്ന് തോന്നില്ല. കുഴപ്പമൊന്നുമില്ല. സൗണ്ടൊക്കെ ഉണ്ടോ വണ്ടി? തട്ടിയടാ. കിട്ടിയില്ലേ? അതാ കയറി പോകണം. ഓക്കെ സൗണ്ട് കുറവായിരുന്നു എന്നൊരു സംശയം. മിക്കവാറും ഇപ്പോൾ നിങ്ങൾക്ക് പാട്ട് മാത്രമേ കേൾക്കുന്നുണ്ടാവും. എൻ്റെ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അല്ല എൻ്റെ സൗണ്ട് ഏതോ ഒരു സൗണ്ട് കൂടുതലായിരിക്കും നിങ്ങൾക്ക്. എവിടെ ഇതിലില്ല. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പാട്ടൊക്കെ ഇട്ടിട്ട്. പക്ഷേ ഞാൻ എന്താ അപ്ലോഡ് ചെയ്യുന്നത് വെച്ചാൽ എൻജിൻ സൗണ്ട് മാത്രമേ ഉള്ളൂ. പാട്ടിൻ്റെ സൗണ്ട് ഞാൻ സംഭവം എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ പാട്ടിൻ്റെ സൗണ്ട് ഏറ്റവും കൂടുതൽ, എൻ്റെ സൗണ്ട് അതിൽ കുറവ്, വണ്ടീൻ്റെ സൗണ്ട് ഇല്ല എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ വീഡിയോ പിന്നെ എടുത്തിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുക വണ്ടീൻ്റെ സൗണ്ടേ ഉള്ളൂ, പാട്ട് കുറവാണ്. ഏറ്റവും കുറവ് പാട്ടായിരിക്കും ഇതിലെനിക്ക് കേൾക്കുന്ന. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാട്ടാണ്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് ഞാനിത് ഏതായാലും അപ്ലോഡ് ചെയ്യും അപ്പം. ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കൊടുക്കും. അടുത്തൊരു അപ്ലോഡ് എത്തിയത് അങ്ങനെ എല്ലാം ഇങ്ങനത്തെ വഴിയാടാ. എടാ സൈഡിൽ ബീച്ച് കിട്ടാം. മറ്റാണ് ഒരു വ്യൂ കാണിച്ചത്. നിർത്താവിടെ നല്ലൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റിയ കാണിച്ചത്. വണ്ടി ഇറക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഞാൻ നടന്നു കാണിച്ചത്. പോടാ ക്യാമറ ഇതിപ്പോൾ അവസാനം ഒന്നും ഇല്ലാണ്ടാവുമോ? ഞാൻ ചിലപ്പോൾ ബൈക്ക് പിടിച്ച് ബീച്ച് കാണിച്ചാൽ എടുക്കാൻ ക്യാമറ മോഡിൽ ഇട്ട് കാണിച്ചാൽ മറ്റ് ഇവന്മാരൊക്കെ ബാക്കിൽ വന്ന് ഓടിക്കാൻ നോക്കും. ഇത് പാടാ എന്താ സൈഡിൽ ബീച്ചാട്ടാ. അപ്പുറത്ത് മലയുണ്ട്. ഇത് മറ്റേ നമ്മളെ ബീച്ചിൽ നിന്ന് അപ്പുറത്ത് എന്താ അമേരിക്ക കാണാൻ, അറബീൻ്റെ നാട് കാണാൻ, അങ്ങനെ ഉണ്ടല്ലോ അതേമാതിരി. അറബീൻ്റെ നാട് ഇത്ര അടുത്തായിരുന്നു. ഞാൻ അവിടെ ഇന്തോനേഷ്യ അല്ലേ? ഇത് കേരള ട്രാഫിക് മോഡേ കേരളമുള്ളൂ, ബാക്കിയുള്ള ഇന്തോനേഷ്യ. ഓക്കെ അപ്പോൾ ഇത് ഇന്തോനേഷ്യയുടെ തൊട്ടപ്പുറത്തുള്ള രാജ്യമാണ്. ഇന്തോനേഷ്യ രാജ്യമാണ്. ഒക്കെ അറിയില്ലടാ. ഇന്തോനേഷ്യ രാജ്യം ആണെങ്കിലും അല്ലെങ്കിലും അപ്പുറത്തെന്തോ കാണും. ഓക്കെ 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 പോട്ടെ. സാധനങ്ങൾ പറിച്ച് പിടിക്കാം. ഓണൊക്കെ
ഞാനിത് അടിക്കില്ല, എനിക്കൊന്നും കേൾക്കില്ല കേട്ടോ. നിങ്ങൾക്ക് മിക്കവാറും നല്ല ഹൈ പോലത്തെ കേൾക്കുന്നുണ്ടാവും. ഇതുണ്ടാ ഇവിടുന്ന് മേലോട്ട് ഒരു വഴിയുണ്ട് കണ്ടോ, അങ്ങോട്ടൊരു വഴിയുണ്ട്, പക്ഷെ അതിലൂടെ പോകാൻ കഴിയില്ല. അവിടെ അടച്ചു വെച്ചത് ഞാൻ ഓവർടേക്ക് ചെയ്ത് വന്നു വേണ്ടി മുന്നിൽ കയറിപ്പോ കാണിച്ചത്. പ്രശ്നമല്ല, അത്യാവശ്യം രാത്രി വരുന്നുണ്ട് കേട്ടോ. നൈറ്റ് ആകുന്നതിന് മുന്നേ വീട്ടിലെത്തി, അല്ല വീട്ടിൽ നിന്ന് ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോവുക, കിടന്ന് ഉറങ്ങുക, പിറ്റേന്ന് രാവിലെ വേറെ വണ്ടി എടുക്കുക. അടുത്ത വീഡിയോയിൽ ഏത് വണ്ടി എടുക്കാൻ പോകുന്നത് പറയണടാ. സർപ്രൈസ് വേണോ? സർപ്രൈസ് ഇടുന്നതല്ലേ നല്ലേ. ഓക്കേടാ, വേണ്ട സർപ്രൈസ് ഒന്നും അല്ലാണ്ട് സർപ്രൈസ് ഇടാം, ചെയ്യാൻ പറ്റില്ല. വണ്ണസും വണ്ണസും ചെനേ പോ. ഓക്കേടാ, ഒറ്റ പാട്ടുകൂടിയാണ് നമ്മളെ പ്ലേലിസ്റ്റിൽ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ വീട്ടിലെത്തണം. അടുത്തടാ ബീച്ച് 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 ബീച്ച്. ഓക്കെ, ദിസ് ഈസ് ദ ബീച്ച്. ഭയങ്കര അടുത്തായിട്ട് ഇപ്പോൾ കണ്ടില്ല ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീച്ച്. വേറെ പതട്ടില്ല. ഓക്കെ, അതാണ് നമ്മുടെ ബീച്ച്. ഏതാടാ പാട്ട്? വാസ്കോഡ ഗാമ. ഓക്കെ ഓക്കെ ഓക്കെ, മറന്നുകടയൊക്കെ പാട്ടാണ്. നമ്മൾ പറപ്പിക്കാൻ പോവാണ്, വേറെ നല്ല നമ്മളെ പാട്ട് കഴിയാനായി. പാട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പാട്ട് റിപ്പീറ്റ് അടിക്കും. അതുകൊണ്ട് ഈ ഒരു പാട്ട് പക്ഷേ നല്ല വൈപാട്ടാണ്. പാട്ടറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല. പാട്ടറിയാത്തതുകൊണ്ട് നമ്മൾ ട്യൂണിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് പാട്ടെനിക്ക് അറിയാം കേട്ടോ, അറിയില്ലാന്ന് ഞാൻ വെറുതെ പറഞ്ഞു. പാട്ടൊക്കെ എനിക്കറിയാം, എന്തൊരു പേടിക്കില്ല. പാട്ടിലൊക്കെ പോവാണെങ്കിൽ പാടാറില്ല. രാത്രി ആയിട്ടോ എല്ലാവരും ലൈറ്റ് നമുക്ക് തട്ടി 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 അത് തട്ടിയില്ല. ഇടയ്ക്ക് കേക്കില്ലോടോ തട്ടിയിട്ടോ. ആ സൈഡിലാണ് ഇങ്ങനെ ബീച്ചാണ് ഇപ്പോൾ. സർപ്രൈസ്. എടാ ഇതെന്താ പെരിയാട്ടം അങ്ങോട്ട് സൈഡ് കണ്ടറാ. ഏത് സൈഡ്? എടാ എടത്. ഓക്കെ, കാണണ്ടറാ എടാ ഇങ്ങനെ ബോട്ടൊക്കെ. ബോട്ടാണോ എടാ? ഹൗസ് ബോട്ട്. ഹൗസ് ബോട്ടൊന്നും കാണാൻ സമയമില്ല, പാട്ട് ചെയ്യാനേ. മാറ്റടാ. അയ്യാ ഒരു നിമിഷം അടിച്ച് നിർത്തണ്ടായി. കൈ ധരിക്കുന്നു. ട്രാഫിക്കാണോ? കാണുന്നേ, ഞാനൊന്നും കാണുന്നില്ല. പാട്ട് കഴിയാനായടാ, പാട്ട് കഴിയാനായ നമ്മളെ നേരത്തെ വേൽമുരുക ഒന്നുകൂടെ പാടും. പ്രശ്നമൊന്നുമില്ല, എന്തായാലും പ്രശ്നമില്ല. പിന്നെ എനിക്കെന്ത് പ്രശ്നമുണ്ടോ? കഴിയുന്നതിന് പിന്നെ വീട്ടിലെത്തല്ലേ. ഇവരൊക്കെ എന്താണ് റൂട്ടിൽ വണ്ടി ഓടിക്കുന്നു? ഇവരെ നാട്ടിലൊന്നും വണ്ടി കൊടുക്കും. പെട്രോൾ പമ്പ് കയറാം മോനെ. ഒന്നാമത് എഞ്ചിൻ്റെ സൗണ്ട് കേൾക്കാത്തതുകൊണ്ട് എനിക്ക് ഗിയർ എപ്പോഴാണ് മാറ്റണമെന്ന് മനസ്സിലാക്കണം. കേറിക്കോ പപ്പോ. ഞാൻ മറ്റേ സാധനം ഓണാക്കി. ആക്സിലേറ്റർ എന്താ ഞാൻ ഞെക്കാത്ത? ഞാൻ എന്താ ഇങ്ങനെ അഭിനയിക്കണ്? അഭിനയ സിംഗമാണ്. മാറടാ ഇവനെയൊക്കെ
ആ കൈ നിൽക്കുന്നു. എടാ കൈയൊക്കെ മറ്റേ ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ ഒരു കുറേ ഇരട്ടി ഇരിപ്പിരുന്ന തരിക്കൂല, അതേമാതിരി തരിക്കുന്നു. ആ ഫോൺ ഞാൻ താഴെ വെച്ചാട്ടാ. ലോടാ കയ്യാനായിടാ പാട്ട്. പാട്ട് ഞാൻ പാട്ട് സ്റ്റോപ്പാക്കൂ. പാട്ട് പോരടാ, അടുത്ത വീഡിയോ നമുക്ക് നൈസ് പാട്ട് നോക്കാം. ഞാൻ തൽക്കാലത്തേക്ക് രാത്രിയാടാ ഇന്നല്ലേ. ഇല്ലടാ ഇതിൽ കയ്യൊന്നും തോന്നുന്നില്ല. ഒരു ലോഡിയും കൂടെ ഉണ്ട്. ഒരു പാട്ട് കൂടി കാണണോ? എന്താടാ അത് വേണം. ഈ പാട്ട് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇടിച്ചില്ലേ? ആ വേൽമുരുക ഒന്നുകൂടി വെച്ചാലും വേണോടാ? ഞാൻ വെക്കാട്ടോ. എനിക്കൊരു ഓഫാക്കാണെന്ന് 100. എത്ര മിനിറ്റ് ആയിടാ നമ്മൾ? 21 ഞാൻ 20 മിനിറ്റ് എന്ന് പറഞ്ഞു. എടാ കഴിഞ്ഞ വീഡിയോയിലുണ്ട് ഞാൻ തൊട്ട് മുന്നേ ഞാനൊരു വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എഞ്ചിന് നമ്മൾ കൂടി ഇവിടെ പാട്ട് ഓഫാക്കട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ പാട്ട് ഓഫാക്കിയിട്ടുണ്ട്. വണ്ടീൻ്റെ സൗണ്ട് കുറച്ച് കൂട്ടി. എനിക്കൊന്നും കേൾക്കില്ല, സൗണ്ട് കൂടുതലാണ്. ഓക്കെ, നമുക്ക് ഓഡിയബിളാണെന്ന് തോന്നില്ലേ? ഓക്കെ അപ്പോൾ നമ്മൾ പാട്ടൊക്കെ ഓഫാക്കി. 3 പാട്ടേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. കാരണം എടാ തൊട്ട് മുന്നത്തെ വീഡിയോ അല്ല, അത് ഞാൻ 20 മിനിറ്റ് കൊണ്ട് ബസ് സ്റ്റാൻഡിലെത്തി. ഇത് ഞാൻ ഇപ്പോൾ ഫോട്ടോ ഒക്കെ കാണിച്ച് ഇങ്ങോട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുമല്ല ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് നല്ലതിനും പാട്ട് സ്റ്റാർട്ടാക്കി. ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് എത്തിയിട്ട് അതുകൊണ്ട് ആ പാട്ട് പെട്ടെന്ന് കഴിഞ്ഞു പോയി. അതേപോലെ അടുത്ത വീഡിയോയിൽ ഞാനൊരു 5-6 പാട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള മാപ്പ് കൊടുക്കട്ടോ. ഫോണൊക്കെ ഞാൻ നേരത്തെ കുറച്ച് പാട്ടിട്ടപ്പോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. കേട്ടു നോക്കിയറിയാം. കേൾക്കുന്നുണ്ട്, ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഈ സിനിമകൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ 60 ഇയറിലെത്തി. നേരത്തെ അവിടെ 200 അടിക്കോ? ഇല്ല, അത് 200 അടിച്ചിനെങ്കിൽ വൈബായനട്ടോ. ഇവിടുന്നെങ്കിലും 200 അടിച്ചാൽ മതിയാനോടാ. 200 അടിച്ചാൽ എന്താ അറിയാലോ, ഈ ഇതെടുന്ന് കിട്ടുമെന്ന് മരഭൂതമേ. 200 അടിച്ചാൽ അറിയാലോ നമ്മളെ എല്ലാ വീഡിയോയിലും പോലെ ലൈക്ക് അടിച്ചു. എടാ 200 25 6 7 അയ്യോ 200. അപ്പോൾ ഗൈസ് എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. ഓക്കെ, എല്ലാവരും ലൈക്ക് അടിക്കാത്തവരുടെ ലൈക്ക് അടിക്കുക. വണ്ടിനൊക്കെ തട്ടുന്നുണ്ടോയെന്നാണ് തോന്നിട്ടോ. ഞാൻ സ്പീഡ് നോക്കുമ്പോൾ വണ്ടി മുന്നിൽ വരുന്നത് കാണും. 200 അടിച്ചിട്ട് അപ്പോൾ ലൈക്ക് അടി. അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ചോ. സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട് നിങ്ങൾക്ക്. ഇഷ്ടംപോലെ സമയമുണ്ട് നിങ്ങൾക്ക്. ബൈക്കൊക്കെ അടിക്കാനുള്ള സമയം നമുക്ക് ഇങ്ങനെ കോരി വെച്ചിട്ടുണ്ട്. 210 അടിക്കുമോ? ഇല്ലടാ, 209 നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് കുറച്ച് ദൂരങ്ങൾ മാത്രം. ബസ് സ്റ്റാൻഡ് എത്താനായിടാ, അതാ ലാസ്റ്റ് ആപ്പാൽ. ഞാൻ നേരത്തെ വീഡിയോയിൽ ഇതാ കറക്റ്റ് ഏകദേശം ഈ ഒരു സിഗ്നലിൻ്റെ അടുത്തെത്തി. അയ്യോ വഴി കിട്ടിപ്പോണം. അയ്യോ ഇത് ഏരൂടെയൊക്കെ ചുറ്റി വരണടാ. റിവേഴ്സ് ഇട്. നമ്മൾ വണ്ടി വയ്ക്കണ രാത്രി ലൈറ്റ് ഉണങ്ങിയില്ലേ? തട്ടിയും തോന്നില്ലേ? ഞാൻ ബ്രേക്ക് പിടിച്ചപ്പോൾ കറക്റ്റ് ഇങ്ങോട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. സാധനം ഉണങ്ങി വെച്ചിട്ട് എടാ ഉള്ളിൽ ഭയങ്കര ലൈറ്റ് ഇട്ടോ ക്യാബിനിൽ. അയ്യോ ബോർഡുള്ളതുകൊണ്ട് ചാർജില്ല. ചാർജൊക്കെ തീർന്നടേ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വണ്ടി ഏകദേശം എവിടെ നിർത്തണം? അവിടെ നിർത്തല്ലേ? ഓക്കെ, അങ്ങനെ കറക്റ്റ് അല്ല, കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞു. പ്രശ്നമല്ല. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഏതാടാ പെവറായിട്ടില്ലേ വണ്ടി. ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ ലൈക്ക് അടിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ലൈക്ക് അടിക്കണം ഗൈസ്. ഒന്ന് ലൈക്ക് അടിക്കടാ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത്. നമ്മൾ 200 ആവുന്നുള്ളൂ.
നമ്മൾ ഏകദേശം 150 കഴിഞ്ഞു, 116 കഴിഞ്ഞു, 200 ആവുന്നേ ഉള്ളൂ, 170 കഴിഞ്ഞില്ല. നമ്മൾ 200 ഇടിക്കാനാവുന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഷോർട്സൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ വീഡിയോ ആണ് മെയിൻലി നോക്കുന്നത്. വീഡിയോയിൽ വലിയതൊന്നുമില്ല എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ. ഷോർട്സിന് എന്താ വെച്ചാൽ എഡിറ്റിങ്ങിൻ്റെ പരിപാടി ഉണ്ട്, പക്ഷേ ഇതിൽ അത്ര എഡിറ്റിങ്ങിന് ഞാൻ ഇതുവരെ ചെയ്തില്ല. ഞാൻ സത്യം പറയല്ലോ വീഡിയോയിൽ അധികം എഡിറ്റിംഗ് ഒന്നും ചെയ്യില്ല, കാരണം കുറേ നേരം എന്ന് വെച്ചാൽ കുറേ നേരം ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോയിലാണ് അധികം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതൊരു 25 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിൻ്റെ എഡിറ്റിങ് അത് കഴിഞ്ഞിടാം. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ അത്യാവശ്യം എഡിറ്റ് ചെയ്യാൻ നോക്കാം, പാട്ടൊക്കെ കിട്ടാമല്ലോ നമുക്ക്. കോപ്പിറൈറ്റ് കിട്ടിയില്ലെങ്കിലടാ, കോപ്പിറൈറ്റ് കിട്ടാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അപ്ലോഡ് ചെയ്യും ഞാൻ, എന്തെങ്കിലും കോപ്പിറൈറ്റ് കിട്ടാണ്ടിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. പാട്ട് കേൾക്കണമെങ്കിലടാ എൻ്റെ ചാനലിലെ റെപ്യൂട്ടേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ലൈക്ക് അടിക്കട്ടാ.